VVIP route point number 1 alert. പ്രസിഡന്റിന്റെ കോൺവോയ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് പാർട്ടി അലർട്ട് ആൻഡ് റോഡ് ക്ലിയറൻസ്. നിരുപമ രാജീവ് ജനറൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. റവന്യൂവിൽ UD ക്ലർക്കാണ്. ഹസ്ബൻഡ് രാജീവ് കൊച്ചി ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം 24 മണിക്കൂറിനും കളക്ട് ചെയ്യണം. പേഴ്സണൽ, പ്രൊഫഷണൽ എല്ലാം. സർ, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഏത് മെഷേഴ്സ് ഉപയോഗിച്ചോളൂ. നമ്മളൊരു ടീമും IBയും പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. See, we don't have much time. സർ. 9447085671 രാജീവ് നാരായണൻ. ഹസ്ബൻഡിന്. സത്യത്തിൽ ഇത് ശരിയായ ഒരു രീതിയല്ല. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് അൺഎത്തിക്കൽ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ എങ്ങനെയാണ് സാർ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക? ഇതിനൊക്കെ വേണ്ടിയല്ലേ സാർ ടെക്നോളജി? ടെക്നോളജി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. അയാൾ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി സ്റ്റോപ്പ് അവിടെയാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്ത് പൊക്കോണം. അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. റോഡ് ബ്ലോക്കായിട്ട് നിങ്ങളെ ഈ മാസം തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് വാൺ ചെയ്യുന്നത്? തങ്കപ്പൻ എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കമ്മ എന്ന് എഴുതുക. അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞ് പുട്ടപ്പ് ചെയ്യുക. ദർ ഈസ് എ ലിമിറ്റ്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തത് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ? ഒന്നുമല്ലേലും 10-40 വയസ്സായില്ലേ നിങ്ങൾക്ക്? മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ. യെസ്, മേ ഐ? ആ പോ. എടോ നിരുപമേ, താൻ എനിക്ക് കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും. ഒപ്പിടാൻ സമ്മതിച്ചതിന് അങ്ങേരെ എന്നോട് എടുത്ത് പോര്. തൂക്കിക്കൊല്ലാന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. സോറി. നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഡാവിൽ അവൾ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പിന്നെ സത്യസന്ധതയുടെ നിറകുടം അല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം. എനിക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടാന് ഉറപ്പാ. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അവളും ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസം തന്നെ. ഇന്റർവ്യൂ അങ്ങനെ. ഇവിടെ വന്നപ്പോ ദേ ഇതും. ലച്ചുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ സ്കൂള് വിടും. വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ. ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളാക്കിയത്. അങ്ങേർക്ക് ഇന്ന് തന്നെ കൊച്ചി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ചേച്ചി, പുള്ളി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് അതെന്തോ പേപ്പറിന്റെ കാര്യമാണ്. അതൊന്ന് ക്ലിയർ ചെയ്തോടെ പുള്ളിക്ക് പോവാമല്ലോ. പ്രായമുള്ള ആളല്ലേ. ഇന്നിനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തങ്ങ് വിട്ടേരും. വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ നൽകിയിരുന്നു. അതെന്തായിന്ന്? തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ വാക്കുമാറ്റി പറയുന്നൊന്നുമില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്? കല്യാണത്തിന്റെ ആവശ്യത്തിനാ. തീയതി അടുത്ത് വരിക. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത്. നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞു വാ. പേരെന്താന്നാ പറഞ്ഞത്? ജയചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ. 14 വർഷം ഇതിൻ്റെ അകത്ത് കേട്ടോ. സോ താങ്ക് യു. ഞാൻ വന്നതും ചോദിച്ചതുമെല്ലാം കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നോക്കട്ടെ.
സർ നത്തിങ് അൺയൂഷ്വൽ. കേട്ടിടത്തോളം ഒരു അൺഈവൻഫുൾ ജോബ് പ്രൊഫൈലാണ്. ആളിപ്പോൾ ഓഫീസ് തന്നെയുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സർ. ഇതെന്താ ഇവിടെ? എല്ലാം പറയാടോ. ടുഡേ ഇസ് എ ബിഗ് ഡേ. കേട്ടാ മാത്രല്ലടിക്കും. ഇതെന്താന്നറിയോ? കണ്ണാടി വെക്കാറായി. പിന്നെ കണ്ണാടി പൊടി ഇടുന്നു. ഹായ്. ഹായ്. ഹലോ ആൻറ്റി. ഏതാടി വൃത്തിയായിട്ടവൻ? കമ്മോണമ്മ, 35+ പറഞ്ഞാ ഞങ്ങൾക്കത് ആന്റിമാരാ. ഓ, ആണുങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ. ഇതെന്ത് ബ്രോഷറാ? അയർലാൻഡിലെ 2 ലീഡിംഗ് സ്കൂൾസിന്റെയാ. നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ശാന്തി മാം എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ. ദ ടക്ക് ഷോപ്സ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീനാ. വൺസ് ഇൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി. അപ്പോൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രമല്ല, ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം. പോരെ? പിന്നെ ഇത് കണ്ടോ അമ്മ, ഹൈസ്കൂൾ ലെവലിൽ 3 സ്ട്രീംസ് അവർ ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ലച്ചു, അയർലൻഡിലേക്ക് ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല. എനിക്കിനി അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ. അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഹലോ. യെസ് മാം. ഒന്ന് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാം. സർ, ഇൻകമിംഗ്. ശശികല വിദ്യാധരൻ. ഹലോ. ഹലോ. അതെ, സോറി കേട്ടോ, ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തെ. ഹാപ്പി ബർത്ത്ഡേ. ഓ, എന്നിട്ട് താൻ പറയടോ, ഇന്ന് എന്റെയും ബർത്ത്ഡേ. എന്തൊക്കെയായിരുന്നു ഹാപ്പി birthday ബർത്ത്ഡേ. പരിപാടികള്? താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സർ. എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പിള്ളേരാരും വിളിച്ചില്ലല്ലോ. ദോഷം പറയരുതല്ലോ ശശികലേ. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാപ്രിക്കോണ കുഴി മടിയന്മാരായിരിക്കും. അല്ലടോ, താൻ പറഞ്ഞത് ഉക്രൈന്റെ സാമ്പത്തിക നയത്തെ പറ്റി പറയാൻ പറ്റാത്തോണ്ടാ ജോലി കിട്ടാതിരുന്നതെന്നല്ലേ? അതെ. പക്ഷെ റാണി ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തനിക്ക് പ്രായം കൂടി പോയതുകൊണ്ടാന്നാണല്ലോ. അവളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പന്റെ മോൻ ഇന്റർവ്യൂ ബോർഡിനൊപ്പം ഉണ്ടായിരുന്നു. 40 കഴിഞ്ഞവരെ ജോലിക്ക് എടുക്കാത്തോണ്ടാ തന്നെ പറഞ്ഞു വിട്ടതെന്ന്. 40 അവളുടെ കണ്ടില്ലെന്നടിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനും എന്റെ അമ്മയും കോംപ്രമൈസ് ചെയ്യായിരുന്നു. എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു. നിങ്ങളുടെ മോള് വയറ്റിൽ കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവളല്ല. ഞങ്ങൾ കാത്തിരുന്ന എന്തായി മോളെ അയർലൻഡ്? കൊറേ കാര്യങ്ങളൂടെ ശരിയാവാനുണ്ട് സാറേ. ഇതെപ്പോ വാങ്ങി? ഇന്ന് 675 രൂപ. ഓർമ്മ നിൽക്കാനത് നല്ലതാ. ആരോഗ്യ മാഗസിനിൽ ഉണ്ടായിരുന്നു. എന്റെ മോളെ എന്താ കൊതുക്. അതെ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ലേ? നോക്കണോന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതാ സാറേ. പക്ഷെ എവിടെ സമയം. ലച്ചു വല്ലപ്പോഴും ഇത്തിരി വെള്ളമൊഴിച്ചാലായി. എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്കിലും കിട്ടുമല്ലോ. ഓ, അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ സാറേ.
സാറിന് കേക്ക് എടുക്കട്ടെ? വേണ്ട വേണ്ട, എന്നാ ഒരു ചായ എടുക്കട്ടെ. ചായക്കിനി പാല് ഒന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറയാം. എനിക്ക് അവിടെ 1-2 മോളെ ചെല്ലേ. മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരത സ്വന്തം കുഞ്ഞിനോട് കാട്ടിയ നിന്നെ പോലുള്ള നീരാളികളുടെ ഉപദേശം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം വിഷു അറിഞ്ഞോ? മുന്നിൽ നിന്ന് അസഭ്യം വിളമ്പിയ കുട്ടി അയാളുടെ അല്ലെന്ന് അറിഞ്ഞോ? എങ്ങനെ? സാന്ദ്ര പറഞ്ഞോ? സാന്ദ്ര പത്മിനി അമ്മയോട് പറയുന്ന അയാൾ കേട്ടു. അയാൾ തൊട്ടടുത്ത മുറി നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാൾ ഭാവിക്കുന്നേയില്ല. സാധാരണ പോലെ പെരുമാറുക. ഇതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ? നിങ്ങൾക്ക് രണ്ടർക്കും മാത്രം കണ്ട പോരെ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. വന്ന് കേറിയപ്പോ പോലെ നടന്നല്ലാണല്ലോ പെണ്ണ്. അല്ല ഇത് ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമില്ലാതായി പോകുമ്പോഴ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവൂ. സ്കൂളിലെയും കോളേജിലെയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ നമ്മുടെ കബോർഡിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടഞ്ഞ് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരു അമ്മ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിട്ട് ബ്ലെയിം മുഴുവൻ എന്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടുത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവയായി പോവും ഞാൻ. എനിക്ക് ഈ പ്രൊജക്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓ, അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞായിരിക്കും. എന്തോ നിനക്കോട് വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഒരു പുതുമ? എനിക്ക് വേണ്ട. ഞാൻ നല്ല 1-ാം തരം കേക്ക് കഴിച്ചു. ഇതെവിടുന്നാന്നറിയോ? നമ്മുടെ ടെറസീന്ന്. വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്ന് മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും. തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ. പൈസ മുടക്കിയാൽ എന്താ, മുതലാവുന്നുണ്ടല്ലോ. 20,000 രൂപ അല്ലേ? രാജീവന്റെ മുടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. മുടിക്കെന്തു പറ്റി? ശ്രദ്ധിച്ചില്ല? ഇല്ല. നന്നായിട്ടുണ്ട്. ചുമ്മാ. സത്യമായിട്ടും വയലറ്റ് ആണോ? അല്ല, റെഡ്. ഗോൾഡൻ വേണോന്ന് അവര് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്. അതേതായാലും എന്തും കൊണ്ടും നന്നായി. രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു. ഏതായാലും ഇനിയിപ്പോ ധൈര്യമായി. നാളെയാണ് ലച്ചുവിന്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ്. ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ? കലക്കണം. ഇന്റർവ്യൂവിന് തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഓപ്ര വിൻഫ്രി വരെ അവരുടെ ആദ്യത്തെ 5 ഇന്റർവ്യൂ തോറ്റിരിക്കുന്നു. അതാരാ? അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ. പക്ഷേ ഇനിയിപ്പോ എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അയ്യോ. പതുക്കെ ഒരു പയ്യനെ ഇടിച്ചു. അവൻ ആശുപത്രിയിലാ. ഞാനിന്ന് അവിടെ ആയിരുന്നു. എന്നിട്ട് രാജീവിന് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് കേസാക്കി. എന്നുവെച്ചാ ചിലപ്പോൾ അതിന്റെ വിസയുടെ പ്രോസസ്സിങ്ങിനെയൊക്കെ വല്ലാതെ ബാധിക്കും. കാത്തിരുന്നൊടുവിൽ കിട്ടിയപ്പോ. ഈ കേസ് എന്ന് പറയുമ്പോ അറസ്റ്റോ മറ്റോ?
ഏയ് ഒന്നുമില്ല, ഒരു ഫൈൻ അടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇൻഷുറൻസ് ഉള്ളതല്ലേ. ഇതിപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദനയില്ലായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഓടിച്ചെന്ന് പറയായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയാ ഞാനിത് ആഗ്രഹിച്ചത്. ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഞാനാ ഓടിച്ചിരുന്നേന്ന് പറഞ്ഞാലോ? ഏയ് അത് എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ? രണ്ടുപേരും. പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് നിന്നോളും. അപ്പൊ പിന്നെന്താ? അല്ല എന്നാലും ഒരെന്നാലും വേണ്ട. രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. വിനോദേ, ആ രാജീവ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാല്ലേ? ഇല്ല, അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ആ ഉറപ്പ് വിനോദ് എനിക്ക് തരണം. ഞാൻ ലച്ചുവായിട്ട് വരാം. നാളെ തന്നെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? അമ്മയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. നല്ല മഞ്ഞുണ്ട്. ബാ. ഇന്ന് രാവിലെ 10:30 നിരുപമ രാജീവിനെ സൺറൈസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിന്? അവരുടെ മോളുടെ സ്കൂളിലെ പേരൻസ് ഡേ ആയിരുന്നു. ഷട്ടിൽ കോമ്പറ്റീഷൻ അവരും ചേർന്നു. തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു വിത്ത് ഹൈ BP. ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നത്? വല്ല നാരങ്ങ സ്പൂൺ പോലുള്ള കളിക്കൊക്കെ പോയി ചേർന്നാ പോരെ. എന്നിട്ട് എനിത്തിങ് സീരിയസ്? നത്തിങ് സർ. ECG നോർമലാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളും നേരത്തെ ഹയർ സൈഡ് ആയിരുന്നുകൊണ്ട് റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്തു. കാര്യങ്ങൾ അപ്പാപ്പ അറിയിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ 10 o'clock. സർ. ഇൻഫോം ദ കമ്മീഷൻ ആൻഡ് ഓൾ കൺസേൺ. സർ. ഏതായാലും ഓഫീസിൽ എല്ലാരും കൂടി തനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സാനിയ മിർസ. എല്ലാരും കൂടി എന്ന് പറയുമ്പോ ഇട്ടത് ഒരാളായിരിക്കുമല്ലോ. അല്ലേലും സാനിയ ടെന്നീസ് കളിക്കാരിയല്ലേ? ഇതിപ്പോ ഷട്ടിലല്ലേ? വിവരമില്ലാത്തൊരു പേരിട്ട അതുപോലെ ഇരിക്കും സാറേ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. ജീവിതാവസാനം വരെ കഴിച്ചോണ്ടിരിക്കാൻ നല്ലതെ ഹോമിയോ ചെയ്യ്. നല്ല ബെസ്റ്റ് ഒരാളെ ഞാൻ തരാം. ഡോക്ടർ പാർത്ഥസാരഥി. BP മാത്രല്ല, കൊളസ്ട്രോളും ഷുഗറൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത് പുള്ളിയാ. ഫാദറോ? മരിച്ചുപോയി. ശ്രീയേട്ടന്റെ മാറിയത് പക്ഷേ ആയുർവേദം കൊണ്ട്. ഡോക്ടർ വരുമ്പോഴേ ഷട്ടിൽ കളിച്ചതിന്റെ ആണോന്ന് ചോദിക്കണം. ചിലർക്ക് ഡൈ ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഞാനിന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. രാത്രിയിൽ ഇപ്പോൾ ഞാൻ വന്ന് കിടക്കണമെന്നുണ്ടെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതരും. കഞ്ഞി മതിട്ടോ. വേണമെന്നില്ല, നാളെ വന്നാ മതി. അമ്മയോട് തൽക്കാലം പറയണ്ട. ഞാനിപ്പോൾ എന്നാ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഈ ആയുർവേദ ഹോമിയൊന്നും എനിക്കറിയില്ല. ചേച്ചി പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വെറുതെ നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങ് വരാം.